അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈസി ഖുർആൻ സ്റ്റഡി സെന്ററിലേക്ക് എല്ലാ സഹോദരങ്ങളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നാം വിശുദ്ധ ഖുർആനിലെ 7-ാമത്തെ അധ്യായമായ അൽ അറാഫ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ സൂറത്തുൽ അറാഫിലെ 130 സൂക്തങ്ങളുടെ ആശയങ്ങൾ നാം ഗ്രഹിച്ചു കഴിഞ്ഞു. ഇന്ന് 131 മുതലുള്ള ആയത്തുകളാണ് നമുക്ക് പഠിക്കേണ്ടത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فإذا جاءتهم الحسنة قالوا لنا هذه وإن تصبهم سيئة يطيروا بموسى ومن معه ألا إنما طائرهم عند الله ألا إنما طائرهم عند الله ولكن أكثرهم لا يعلمون. وقالوا مهما تأتنا به من آية لتسحرنا بها فما نحن لك بمؤمنين. മൂസ അലൈഹിസ്സലാമും ഫിർഔനും തമ്മിൽ നടന്നിട്ടുള്ള പ്രബോധനപരമായ സംവാദങ്ങൾ, അതിനുശേഷം മൂസ അലൈഹിസ്സലാമിലൂടെ പ്രകടമായ ദൈവിക ദൃഷ്ടാന്തങ്ങളെ നേരിടാൻ വേണ്ടിയിട്ട് ഫിർഔൻ ജാലവിദ്യക്കാരെ വിളിച്ചു നടത്തിയ മത്സരം, അതിൽ പരാജയപ്പെട്ടു പോയ ഏകാധിപതിയായ ഫിർഔൻ ജാലവിദ്യക്കാരെ ശിക്ഷിച്ചത്, ഇങ്ങനെ പല സംഭവ പശ്ചാത്തലങ്ങൾ നാം കഴിഞ്ഞ സൂക്തങ്ങളിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഫിർഔനിന്റെ രാജസദസ്സില് മൂസ അലൈഹിസ്സലാമിനെ കുറിച്ച് ചില പരാമർശങ്ങൾ ഉണ്ടായി. മൂസയെയും അവൻ്റെ ആൾക്കാരെയും ഈ നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയിട്ട് നീ കയറൂരി വിട്ടിരിക്കുകയാണോ എന്നൊക്കെ രാജസദസ്സിലെ അംഗങ്ങൾ ഫിർഔനോട് ചോദിക്കുകയാണ്. അപ്പോൾ ഫിർഔന്റെ മറുപടി എന്തായിരുന്നു? സനുഖത്തിലു അബ്നാഅഹും വനസ്തഹീ നിസാഅഹും. അവരിലെ വംശഹത്യാ നിലപാട് ഇനിയും തുടരും എന്നായിരുന്നു. അവരിലെ ആൺമക്കളെ കൊന്നുകളയും, സ്ത്രീകളെ ദുരുപയോഗപ്പെടുത്തും എന്നൊക്കെ അയാള് പ്രസ്താവിച്ചു. അപ്പൊ മൂസ അലൈഹിസ്സലാം സമൂഹത്തോട് അള്ളാഹുവിൽ രക്ഷ തേടാൻ വേണ്ടിയിട്ട് അഭ്യർത്ഥിച്ചു. സബ്ർ കൈക്കൊള്ളണം എന്ന് പറഞ്ഞു. അതോടൊപ്പം തീർച്ചയായിട്ടും അന്തിമ വിജയം ദൈവഭക്തരായ ആളുകൾക്കാണ്. അല്ലാഹു തആല അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ ഭൂമി അനന്തരമായിട്ട് നൽകും എന്ന് അവരെ ആശ്വസിപ്പിച്ചു. പക്ഷെ അവര് അസ്വസ്ഥരായിരുന്നു, അവർ മർദ്ദിതരാണ്, പീഡിതരാണ്. അവരെന്താ പ്രതികരിച്ചത്? മൂസ, നീ വരുന്നതിന് മുമ്പും വന്നതിന് ശേഷവുമൊക്കെ ഊദീന, ഞങ്ങൾ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ, അതിനാൽ ഞങ്ങൾക്ക് യാതൊരു രക്ഷയും ഇല്ലല്ലോ മൂസ എന്ന് പറഞ്ഞുകൊണ്ട് അവര് അസ്വസ്ഥത പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനു ശേഷം അവന്റെ ചില നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുകയാണ്. കഴിഞ്ഞ 130-ാമത്തെ ആയത്തില് അല്ലാഹു തആല ഫിർഔനിനെയും ആളുകളെയും പരീക്ഷിക്കാൻ തുടങ്ങുന്നതിനെ കുറിച്ചുള്ള പരാമർശം ഉണ്ടായി. വലഖദ് അഖദ്ന ആല ഫിർഔന ബിസ്സിനീന വനഖ്സിൻ മിനസ് സമറാത്ത്. ഫിർഔനിനെയും കൂട്ടരെയും അല്ലാഹു സുബ്ഹാനഹു തആല ചില പരീക്ഷണങ്ങൾ കൊണ്ട് പിടികൂടാൻ. അതിൽ ഒന്നാമത്തേത് വരൾച്ചയായിരുന്നു.
മറ്റൊന്ന് വിളനാശവുമായിരുന്നു. ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഇനി അതിൽപ്പെട്ട മറ്റു ചില കാര്യങ്ങൾ കൂടി എണ്ണി പറയും. ആകെ 9 ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല അവരുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനാൽ അവര് ആത്മപരിശോധന നടത്തിയിട്ട് അള്ളാഹുലേക്ക് തിരിച്ചെത്തണം എന്ന് ബോധ്യപ്പെടുത്തുന്ന 9 ദൃഷ്ടാന്തങ്ങളാണ് ഈ ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു തആല എണ്ണി പറയുന്നത്. അപ്പൊ അതിൽ 2 പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ, പരീക്ഷണങ്ങൾ വരുമ്പോൾ അവരുടെ പൊതുവായ സമീപനം എന്തായിരുന്നു എന്നതിനെ കുറിച്ചാണ് 131 ആയത്തിൽ പറയാൻ പോകുന്നത്. നമുക്ക് ആ ആയത്ത് ശ്രദ്ധിക്കാം. فَإِذَا جَاءَتْهُمُ الْحَسَنَةُ قَالُوا لَنَا هَذِهِ. فَإِذَا ആയാൽ, ജാഅ വന്നെത്തി, ജാഅത്ഹും അവർക്ക് വന്നെത്തിയാൽ, അൽ ഹസന വല്ല നന്മയും ലഭിച്ചാൽ, ഖാലു അവര് പറയാണ്, ലനാ ഹാദിഹി ഇത് ഞങ്ങൾ അർഹിക്കുന്നത് തന്നെയാണ്. ഇങ്ങനെയാണ് അവർ പ്രതികരിച്ചിരുന്നത്. ലന ഹാദിഹി ഇത് ഞങ്ങൾക്കുള്ളത് തന്നെയാണ്. ഹസനത്ത് എന്ന വാക്ക് സ്ത്രീലിംഗ പദമാണല്ലോ, അതുകൊണ്ടാണ് ഹാദിഹി എന്ന് വന്നിരിക്കുന്നത്. ഫഇദാ ജാഅത്ഹുമുൽ ഹസനത്തു ഖാലൂ ലനാ ഹാദിഹി. വല്ല നല്ല കാലവും തങ്ങൾക്ക് വരുമ്പോൾ അവര് വിളിച്ചു പറയും, നാം അർഹിക്കുന്നത് തന്നെയാണ് നമുക്ക് കിട്ടിയത്. ഇനി അതിന്റെ മറുവശം പറയാണ്, വഇൻ തുസിബുഹും സയ്യിഅത്തുൻ, എന്നാൽ വല്ല ദോഷകാലവും അവർക്ക് വന്നാലോ, അസാബ യുസീബു ബാധിച്ചു അഥവാ മുസീബത്ത് ബാധിച്ചു എന്നാണല്ലോ. അതാണ് ആദ്യം നന്മയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ജാ വന്നെത്തി എന്ന് മാത്രം പറഞ്ഞു. എന്നാൽ ഇവിടെ പ്രയാസകരമായ, ദോഷകരമായ അവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ വഇൻ തുസിബുഹും സയ്യിഅത്തുൻ എന്ന് പറയാണ്. അവരെ വല്ല വിപത്തും വല്ല പ്രയാസങ്ങളും ദോഷകരമായ സാഹചര്യങ്ങൾ ബാധിക്കുമ്പോൾ അവരെന്താ പറയാന്നറിയോ, യത്തയ്യറു ബി മൂസ വമൻ മഅഹു. യത്തയ്യറു അവർക്ക് ദുശ്ശകുനമുണ്ടായിരിക്കുന്നു എന്നവർ പറയും. ബി മൂസ മൂസയെ കൊണ്ട്, വമൻ മഅഹു അവന്റെ കൂടെയുള്ളവരെ കൊണ്ടും അവർക്ക് ദുശ്ശകുനം ബാധിച്ചിരിക്കുന്നു എന്നാണ് അവർ പറയാം. നമുക്ക് അർത്ഥം പറഞ്ഞതിന് ശേഷം വിശദീകരണത്തിലേക്ക് പോവാം. അല അറിയുക, ഇന്നമാ ത്വാഇറുഹും ഇൻദല്ലാഹ്. അള്ളാഹു മറുപടി പറയാണ്, അറിയുക, ഇന്നമാ തീർച്ചയായും, ത്വാഇറുഹും അവരുടെ വിധി, അവർക്കുള്ള ഭാഗധേയം, ഇൻദല്ലാഹ് അള്ളാഹുവിന്റെ പക്കലാണ്. വലാകിന്ന എന്നാൽ, അക്സറഹും അവരിൽ അധിക പേരും, ലാ യഅലമൂൻ ഒന്നും അറിയുന്നില്ല, യാഥാർത്ഥ്യം അറിയാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നില്ല എന്ന് പറഞ്ഞത്. ഫഇദാ ജാഅത്ഹുമുൽ ഹസനത്തു, നമുക്ക് ഈ ആയത്തൊന്നുകൂടി വിശദീകരിക്കാം. ഫഇദാ ജാഅത്ഹുമുൽ ഹസനത്തു ഖാലൂ ലനാ ഹാദിഹി. ഒരു നല്ല കാലം വന്നാൽ ഇത് ഞങ്ങൾ അർഹിക്കുന്നത് തന്നെയാണ് എന്നവർ പറയും. ഇത് ഫിർഔനിന്റെ ആളുകളുടെ മാത്രം പ്രശ്നമാണോ? നമ്മളും അങ്ങനെയൊക്കെ തന്നെയല്ലേ കരുതാ? എന്തെങ്കിലും നന്മ ലഭിച്ചാല് ഇതെനിക്ക് കിട്ടേണ്ടത് തന്നെയാണ്, ഞാൻ അധ്വാനിച്ച് നേടിയതാണ്, എൻ്റെ സാമർഥ്യം കൊണ്ട്, എൻ്റെ അറിവ് കൊണ്ട് ഞാനായിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് എന്നൊക്കെ നമ്മൾ പറയും. ഖാറൂൻ എന്നൊരു സമ്പന്നൻ ഉണ്ടായിരുന്നല്ലോ ആ കാലഘട്ടത്തിൽ തന്നെ. അയാൾ ഇസ്രായേലിയനായിരുന്നു, എന്നാൽ ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഫിർഔന്റെ കൂടെ കൂടിയ ആളാണ്. ഇയാള് പറയുന്നുണ്ടല്ലോ, ഇന്നമ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി എന്നയാൾ പറഞ്ഞിരുന്നു. എൻ്റെ ഈ സമ്പത്തൊക്കെ ഉണ്ടല്ലോ, എൻ്റെ അറിവ് കൊണ്ട്, എൻ്റെ സാമർഥ്യം കൊണ്ട് ഞാൻ നേടിയതാണ്. പൊതുവെ നമ്മളൊക്കെ അങ്ങനെ തന്നെ പറയാം അല്ലെ? എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ എൻ്റെ എന്ന് പറയൂലേ? എൻ്റെ സമ്പത്ത്, എൻ്റെ കണ്ണ്, എൻ്റെ മൂക്ക്, എൻ്റെ മക്കള്, എൻ്റെ ബിസിനസ്, അങ്ങനെ പറയുമ്പോൾ തന്നെ ഒരു സുഖമാണ്. പക്ഷെ എന്തെങ്കിലും അസുഖവും പ്രയാസമൊക്കെ ഉണ്ടായാലോ, എൻ്റെ അസുഖം എന്ന് പറയാം. അങ്ങനെ പറയാൻ ആഗ്രഹിക്കൂല അല്ലെ? എന്ത് ചെയ്യാന്, അസുഖം വന്നില്ലേ എന്ന രൂപത്തിൽ മറ്റൊരു ശൈലിയിലാണ് പറയാം. അപ്പൊ ഇവിടെ നന്മകളെ സ്വന്തത്തിലേക്ക് ചേർത്ത് പറയാണ് ഇവര്. നന്മകളെ സ്വന്തത്തിലേക്ക്, ലനാഹാദിഹി ഇത് നമ്മൾ അർഹിക്കുന്നത് തന്നെയാണ് എന്ന രൂപത്തില്.
വഇൻ തുസിബ്ഹും സയ്യിഅത്തുൻ യത്തയ്യറു ബിമൂസ വമൻ മഅഹ്. എന്നാൽ ഒരു ദോഷകാലം വന്നാല്, പ്രയാസങ്ങൾ വരുമ്പോ, ഇത് ആ മൂസയും അവന്റെ ആൾക്കാരും ചെയ്തു വെച്ച പണിയാണ്, അവരെ കൊണ്ടുണ്ടായ ദുശകുനമാണ് എന്ന് പറഞ്ഞിട്ട് നേരെ മൂസ അലൈഹി ഇസ്ലാമിന്റെ അക്കൗണ്ടിലേക്കാണ് അവർക്കുണ്ടാകുന്ന പ്രയാസങ്ങളെ അവർ കൊണ്ടുപോയി തള്ളിയിരുന്നത് എന്നാണ്. ഇവിടെ ഒരു പദപ്രയോഗമുണ്ട്. എന്താണ്? ഇത്തയ്യറ എന്നാണ്, അല്ലെ? തത്തയ്യറ എന്നാണ് അതിന്റെ ശരിയായ രൂപം. തത്തയ്യറ യത്തയ്യറു, തത്തയ്യറ യത്തയ്യറു. അവിടെ ഒരു ത ഉണ്ട്, പക്ഷെ ഇവിടെ ഖുർആനില് ആ ത ഒഴിവാക്കിയിട്ടുണ്ട്, അല്ലെ? യത്തയ്യറു, താഇന് ശബ്ദ കൊടുത്ത കണ്ടില്ലേ? അവിടെ തത്തയ്യറ യത്തയ്യറു, ആ ത ഒഴിവാക്കിയിട്ട് ത്വാഇന് ശബ്ദ കൊടുത്ത രീതിയാണ്. ഇങ്ങനെ പലയിടങ്ങളിലും ഖുർആൻ നമ്മൾ കാണുന്നുണ്ട്. ഇസക്ക, അല്ലെ? തസക്ക യത്തസക്ക, അതിലെ ത ഒഴിവാക്കിയിട്ട് ഇസക്ക യസക്ക എന്നൊക്കെയുള്ള രൂപത്തിൽ ഖുർആനിൽ കാണാം. അപ്പൊ അങ്ങനെയാണ് ഇവിടെ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ശരിക്കും എന്താണ് യത്തയ്യറു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ്? ത്വാറ, പറന്നു എന്നാണ്. ത്വാറ, പറന്നു. ത്വയ്റാൻ എന്ന് പറഞ്ഞാല് എയർവേസ് ആണ്, വിമാനത്തിനാണ് ത്വയ്റാൻ എന്ന വാക്ക് ഉപയോഗിക്കുക. ത്വാഇർ, പക്ഷി. ത്വാഇർ, പക്ഷി. അപ്പൊ എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാല്, അറബികൾക്കിടയിൽ അന്നുണ്ടായിരുന്ന ഒരു ആചാരം അല്ലെങ്കിൽ ഒരു അന്ധവിശ്വാസം, അനാചാരം ആണ് പക്ഷികളെ ഉപയോഗിച്ചിട്ട് ഭാഗ്യനിർഭാഗ്യങ്ങൾ തീരുമാനിക്കാം. പക്ഷിശാസ്ത്രം എന്നൊക്കെ പറയില്ലേ, നമ്മുടെ നാട്ടില് ഗൗളിശാസ്ത്രമുണ്ട് എന്ന പോലെ. എന്ന് പറഞ്ഞാൽ ഒരാൾക്കൊരു കാര്യത്തിൽ ഒരു തീരുമാനത്തിൽ എത്തണമെങ്കിൽ അവര് ഒരു പക്ഷിയുടെ അടുത്തേക്ക് ചെല്ലും. ഒരുപക്ഷെ അത് കാക്കയോ അതുപോലുള്ള ഏതെങ്കിലും ഒരു പക്ഷിയാവാം, അതല്ലെങ്കിൽ ജ്യോത്സ്യന്മാരുടെ അടുക്കലുള്ള പ്രത്യേകം പരിശീലിപ്പിക്കപ്പെട്ട പക്ഷിയാവാം. അതിനടുത്തേക്ക് ചെന്നിട്ട് അതിനെ പറത്തും, ഒച്ച ഉണ്ടാക്കുക, അല്ലെങ്കിൽ അതിനെ ഒന്ന് ആട്ടുമ്പോൾ അത് പറക്കും. അത് പറക്കുന്നത് വലത്തോട്ടാണെങ്കിൽ നല്ല ശകുനാണ്, ആ കാര്യം ചെയ്യാം. പറക്കുന്നത് ഇടത്തോട്ടാണെങ്കിലോ അത് ദുശകുനമാണ്. നമ്മുടെ നാട്ടില് പണ്ട് ഈ കൈനോട്ടക്കാരുണ്ടായിരുന്നില്ലേ, ഈ തത്തയെ കൂട്ടിലടച്ചിട്ട് പിന്നെ തത്തയുമായിട്ട് വന്ന്, എന്നിട്ട് നമ്മൾ ചെന്ന് അവരുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ, നമ്മൾ എന്നല്ല ആളുകൾ വന്നിരിക്കുമ്പോൾ, പിന്നെ ഈ തത്ത ഒരു ഷീറ്റ് എടുക്കും, അല്ലെ? കുറെ ഷീറ്റ് പുറത്തിങ്ങനെ വിതറിയിട്ടാല് തത്ത കൂട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് ഒരു ഷീറ്റ് എടുത്തിട്ട് കൈനോട്ടക്കാരന്റെ കയ്യിലേക്ക് കൊടുക്കും. അപ്പൊ അത് മുൻനിർത്തിയാണ് അയാളുടെ ഭാഗ്യനിർഭാഗ്യങ്ങളെ കുറിച്ച് ഇയാൾ വിശദീകരിക്കും. അപ്പൊ അതും പക്ഷിയോട് ചേർത്തുകൊണ്ടാണ്. ഇങ്ങനെ പലതരത്തില് പലതിനെയും ചേർത്തുകൊണ്ട് ആളുകൾ പറയും. പൂച്ച റോഡിന് കുറുകെ ഓടിയാൽ അത് ദുശകുനമാണ് എന്ന് കരുതുന്നവരുണ്ട്, അല്ലെ? പല്ലി, അതാണല്ലോ ഗൗളി ശാസ്ത്രം. പല്ലിയെ എവിടെയെങ്കിലും കണ്ടാല് അതിന്റെ അടിസ്ഥാനത്തിൽ ശകുന ദുശകുനങ്ങൾ തീരുമാനിക്കുക. ഇങ്ങനെ പല പരിപാടിയും കാണും. അപ്പോ മൂസ അലൈഹി ഇസ്ലാമും അദ്ദേഹത്തിന്റെ അനുയായികളും തങ്ങൾക്ക് ദുശകുനമായിരിക്കുന്നു, അതുകൊണ്ടാണ് ഈ പൊല്ലാപ്പുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്, നിങ്ങൾ വന്നത് മുതൽക്കാണ് ഞങ്ങൾക്ക് ഈ പ്രയാസങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് അവർ പറയാൻ. സൂറത്ത് യാസീനിലെ ആ 3 പ്രവാചകന്മാർ, 3 പ്രബോധകന്മാർ രംഗത്ത് വരുന്ന സംഭവം പറയുന്നില്ലേ? വദരിബ് ലഹും മസലൻ അസ്ഹാബൽ ഖറിയ ഇദ് ജാഅഹൽ മുർസലൂൻ. ആ നാട്ടുകാർ ഇതേപോലെ പറയുന്നുണ്ട്, അല്ലെ? കാലു തതയ്യർനാ ബിക്കും എന്ന് പറയും, നിങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് ദുശകുനമായിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതേപോലെ മൂസ അലൈഹി ഇസ്ലാമിനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ അനുയായികളെ കുറിച്ച് അവരുടെ മേൽ ചേർത്തുകൊണ്ട് ഇവര് പറയാണ് യത്തയ്യറു ബി മൂസ വമൻ മഅഹു. ഈ മൂസയും അവന്റെ കൂടെ ഉള്ളവരും കാരണമായിട്ട് നമുക്ക് ദുശകുനം ബാധിച്ചതാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പരീക്ഷിക്കപ്പെടുന്നത്. ക്ഷാമം കൊണ്ടും അതേപോലെ തന്നെ കായ്കനികളിൽ വിഭവങ്ങളിൽ കുറവ് വന്നുകൊണ്ടൊക്കെ പരീക്ഷിക്കപ്പെടുന്നത് ഇവരെ കൊണ്ടാണ് എന്ന് പറയാണ്. അല ഇന്നമാ ത്വാഇറുഹും ഇൻദല്ലാഹ്. അപ്പൊ അള്ളാഹു ഇടപെട്ടുകൊണ്ട് മറുപടി പറയുന്നു, ഇന്നമാ ത്വാഇറുഹും, നിശ്ചയം അവരുടെ ഭാഗധേയം, അവരുടെ വിധി ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ പക്കലാണ്. ത്വാഇർ തന്നെയാണ് ഇവിടെയും പ്രയോഗിച്ചിരിക്കുന്നത്. ദുശകുനം എന്ന് ഇവിടെ അർത്ഥം പറയുന്നില്ല, മറിച്ച് അവർക്ക് അർഹതപ്പെട്ടതെന്തോ അത് എന്ന അർത്ഥത്തിലാണ് ഇവിടെ ത്വാഇർ ഉപയോഗിച്ചിരിക്കുന്നത്. സൂറത്ത് യാസീനിലെ
ആ പ്രവാചകന്മാര് പറയുന്നുണ്ടല്ലോ, ത്വാഇറുക്കും മഅക്കും ഇൻ ദുക്കിർത്തും ബൽ അൻതും ഖൗമും മുസ്രിഫൂൻ, അല്ലെ? നിങ്ങളുടെ ഭാഗതയും നിങ്ങളുടെ വിധി നിങ്ങളുടെ കൂടെയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ അതെന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ വിധി നിങ്ങളോടൊപ്പമാണ് എന്നാണ് അവിടെ പറയുന്നത്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ത്വാഇറുഹും ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ പക്കലാണ് നിങ്ങളുടെ വിധി, അള്ളാഹു ആണ് നിങ്ങളുടെ കാര്യത്തിൽ വിധി കൽപ്പിക്കുന്നത് എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അങ്ങനെ സ്വയം ഒരാളുടെ കാര്യത്തിൽ വിധി കൽപ്പിക്കുമോ? ഒരു കാര്യത്തിൽ അള്ളാഹു ആണ് വിധിക്കുക. എന്താണ്? പ്രകൃതിപരമായ വിധിയാണ്, അല്ലെ? അങ്ങനെ ഒരു വിധി ഉണ്ടല്ലോ. ഇപ്പോൾ എൻ്റെ രൂപം എന്തുകൊണ്ട് ഇങ്ങനെയായി, നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെയായി, ഇത് അള്ളാഹു വിധിച്ചതാണ്, നമുക്കതിൽ ഇടപെടാൻ പറ്റൂല, പ്രകൃതിപരമായ വിധിയാണ്. അതേസമയത്ത് സാൻമാർഗികമായ വിധി എന്നൊരു വിധിയുണ്ട്. അതെങ്ങനെയാണ്? നമ്മുടെ കർമ്മങ്ങൾക്കനുസരിച്ചാണ്, നമ്മൾ ചെയ്യുന്ന നന്മ തിന്മകൾക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ച് തീർക്കേണ്ട ചിലതിനെ കുറിച്ചാണ് അങ്ങനെ പറയാം, അല്ലെ? അപ്പൊ ഇവിടെ പറയുന്നത് ത്വാഇറുഹും ഇൻദല്ലാഹ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിങ്കലാണ് അവരുടെ വിധി എന്ന് പറയുമ്പോൾ അള്ളാഹു നമ്മുടെ കാര്യത്തിൽ സ്വയം അങ്ങനെ അങ്ങ് വിധി തീരുമാനിച്ച് കളയുമോ? ഇല്ല. നമ്മുടെ കർമ്മങ്ങളും നിലപാടുകളും അനുസരിച്ചാണ് അള്ളാഹുവിന്റെ വിധി ഉണ്ടാകുക. അത് പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. ഒരു ബിസിനസ്സുകാരൻ പരാജയപ്പെടുന്നു, അതിന് അയാളുടെ പിടിപ്പുകേട് പലപ്പോഴും ഉണ്ടാവും. എന്നാൽ അത് അള്ളാഹുവിലേക്ക് അർപ്പിച്ച്, അങ്ങനെയുണ്ടല്ലോ, പഠിച്ചവന്റെ തീരുമാനം ഇങ്ങനെയായിരിക്കും എന്ന് നമ്മൾ പൊതുവെ ആശ്വസിക്കും. യഥാർത്ഥത്തിൽ അയാളുടെ ഓരോ സ്റ്റെപ്പുകളും പരിശോധിക്കുമ്പോൾ എവിടെയൊക്കെ അയാൾക്ക് പാളിച്ചകൾ സംഭവിച്ചിരിക്കാം. അതിനെക്കുറിച്ച് തന്നെയാണ് ത്വാഇറുഹും ഇൻദല്ലാഹ് എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ സ്വർഗസ്ഥരാകുന്നത്, സ്വർഗാവകാശികളാകുന്നത് നമ്മുടെ കർമ്മങ്ങൾ കൊണ്ടാണ്. നരകാവകാശിയാകുന്നതും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇവിടെ ഇന്നമാ ത്വാഇറുഹും ഇൻദല്ലാഹ്, ഈ ഫിർഔനിന്റെ കൂട്ടരുടെ വിധി അള്ളാഹുവിന്റെ പക്കലാണ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് അവരുടെ കർമ്മഫലമായിട്ട് അള്ളാഹു നൽകിയതാണ് എന്നാണ്. അവരുടെ കർമ്മഫലമായിട്ട് അള്ളാഹു നൽകിയതാണ്, അല്ലാതെ അവര് വേറെ എന്തോ ദുശഗുണത്തിൽ പെട്ടത് കൊണ്ട് അവർക്ക് മേൽ വന്നു പെട്ടതാണ് എന്നല്ല. അങ്ങനെ ഒരു വിശ്വാസം തന്നെ ഇസ്ലാമിലില്ല. ഉണ്ടോ? ശകുനവും ദുശകുനവും എന്നൊരു സംഗതി ഉണ്ടോ? ഇസ്ലാമില് ഒരാൾക്കൊരു ദിവസം നല്ലതാകുന്നത് എപ്പോഴാ? അയാള് കാലത്ത് എഴുന്നേറ്റ്, അല്ലെ, സുബ്ഹ് നിസ്കരിച്ച് അങ്ങനെ നല്ല തുടക്കമാണ് അയാളുടേതെങ്കിൽ അയാൾക്ക് അതുകൊണ്ട് ഗുണമുണ്ടാവും. എന്നല്ലാതെ വേറെ ഒന്നും ഒരാളുടെ ജീവിതത്തെ ബാധിക്കില്ല. പിന്നെ അള്ളാഹു സുബ്ഹാനഹു തആല നന്മ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് ലഭിക്കും, അതല്ലെങ്കിൽ ഉണ്ടാവില്ല. അതേസമയം മറ്റു ചില കാര്യങ്ങളുണ്ട്. ഇപ്പൊ അസുഖം പോലെയുള്ളത് മനുഷ്യർ വരുത്തി വെക്കുന്നുണ്ട്, അല്ലെ? ഇപ്പൊ ഒരാള് മദ്യപാനിയോ അല്ലെങ്കിൽ സ്വന്തം ശരീരത്തെ തകർക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ ചിലപ്പോ അയാള് അതുമായി ബന്ധപ്പെട്ട അസുഖം അനുഭവിക്കേണ്ടി വരും. എന്നാൽ അങ്ങനെയൊന്നും അല്ലാതെ ചെറിയ മക്കൾക്കൊക്കെ അസുഖങ്ങൾ വരുന്നില്ലേ? അപ്പൊ അവിടെ അള്ളാഹുവിന്റെ നിശ്ചയമാണ് എന്ന് ഉൾക്കൊള്ളുവാനേ പറ്റും. അപ്പൊ ഇവിടെ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള മറുപടി ഇന്നമാ ത്വാഇറുഹും ഇൻദല്ലാഹ്, അള്ളാഹുവിങ്കിൽ നിന്നുള്ള വിധിയാണത് എന്ന് പറഞ്ഞാൽ ഇവരായിട്ട് വരുത്തി വെച്ചതാണ്. വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ, പക്ഷേ അധിക പേരും ഇങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല എന്ന് അള്ളാഹു തആല തന്നെ അവരെ കുറിച്ച് പറയാണ്. അപ്പൊ അതിനാൽ മനുഷ്യന്റെ പൊതുവായൊരു നിലപാട് ഇവിടെ വെളിപ്പെടുത്തി കഴിഞ്ഞു. ഇനി അവരുടെ പ്രതികരണം, അവർക്ക് പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവരെങ്ങനെയാ പ്രതികരിച്ചിരുന്നത്? അതാണ് 32-ാമത്തെ ആയത്ത്. വഖാലൂ മഹ്മാ തഅ്തിനാ ബിഹി മിൻ ആയത്തിൻ ലിതസ്ഹറനാ ബിഹാ ഫമാ നഹ്നു ലക ബിമുഅ്മിനീൻ. വഖാലു, അവര് പറഞ്ഞിരുന്നു. ആര്? ഈ ഫിർഔനിന്റെ കൂട്ടര് പറയാണ്, മഹ്മാ തഅ്തിനാ ബിഹി മിൻ ആയ, മഹ്മാ എങ്ങനെ ആയാലും എന്നാണ് മഹ്മയുടെ അർത്ഥം. മഹ്മാ തഅ്തി, നീ എങ്ങനെ വന്നാലും, നാ ഞങ്ങളിലേക്ക്, ബിഹി ഒന്ന് ഒരു കാര്യവും കൊണ്ട്, നീ ഞങ്ങൾക്ക് എന്തൊക്കെ കൊണ്ടുവന്നാലും,
നീ എന്തു തന്നെ കാണിച്ചാലും മിൻ ആയ ദൃഷ്ടാന്തങ്ങളിൽ നിന്നുള്ള ദൈവിക ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട എന്ത് തന്നെ നീ ഞങ്ങൾക്ക് മുമ്പിൽ കാണിച്ചാലും എന്നാണ്. ലിത്തസ്ഹറന ബിഹ, എന്തിനാണ്? ലിത്തസ്ഹറന, സഹറ യസ്ഹറു, സിഹ്ർ ചെയ്തു എന്നാണല്ലോ, മാരണം ചെയ്തു, വശീകരിച്ചു എന്ന് പറയാം. ലിത്തസ്ഹറന ബിഹ, അങ്ങനെ ഞങ്ങളെ വശീകരിക്കാൻ വേണ്ടിയിട്ട് നീ എന്തൊക്കെ ദൃഷ്ടാന്തങ്ങൾ കൊണ്ടുവന്നാലും എന്നാണ്. ഫമാ നഹ്നു ലക ബിമുഅ്മിനീൻ, ഫമാ നഹ്നു ഞങ്ങൾ ആവുകയില്ല, ലക നിനക്ക്, ബിമുഅ്മിനീൻ നിന്നിൽ വിശ്വസിക്കുന്നവർ ആവുകയില്ല. ഇങ്ങനെ ഓരോ ദൃഷ്ടാന്തങ്ങൾ പ്രകടമാകുമ്പോൾ അതിലൊന്നും അവർ വിശ്വസിക്കാൻ സന്നദ്ധമായില്ല. അവർ പറയുന്ന ശൈലി ശ്രദ്ധിച്ചില്ലേ? ഒന്നാമത്തേത് മൂസ അലൈഹി ഇസ്ലാമിന്റെ വടിയാണ്. അത് നിലത്തിടുമ്പോൾ പാമ്പാകുന്നത് നേരിട്ട് കണ്ടവരാണ് അവര്. ആ പ്രവാചകൻ തൻ്റെ കൈ കക്ഷത്ത് വെച്ച് പുറത്തെടുക്കുമ്പോൾ അത് ഉപദ്രവമൊന്നും ഇല്ലാത്ത രൂപത്തിൽ വെട്ടിത്തിളങ്ങുന്നത് കണ്ടവരാണ് അവര്. പിന്നെ ഇപ്പൊ രണ്ട് കാര്യങ്ങൾ വേറെ പറഞ്ഞല്ലോ, ക്ഷാമവും വിളനാശവും രണ്ടെണ്ണം പറഞ്ഞു അല്ലെ. ഇതൊക്കെ നേരിട്ട് കാണുമ്പോഴും അവരുടെ പ്രതികരണമാണ് രസകരം. മഹ്മാത്തിനാബിഹി മിൻ ആയ, നീ എന്ത് ദൃഷ്ടാന്തം തെളിവ് കൊണ്ടുവന്നാലും, എന്തിന്റെ തെളിവാണ്? നീ പ്രവാചകനാണ് എന്നതിൻ്റെ തെളിവ് നീ കൊണ്ടുവന്നാലും, ലിതസ്ഹറന ബിഹ, അങ്ങനെ ഞങ്ങളെ വശീകരിച്ച് കളയാം എന്നാണോ നീ കരുതുന്നത്? അങ്ങനെ എന്ത് തെളിവ് കൊണ്ടുവന്നാലും ഫമാ നഹ്നു ലക ബിമുഅ്മിനീൻ, ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കുന്ന പ്രശ്നമേ ഇല്ല. മലയാളത്തിലൊരു പ്രയോഗമില്ലേ, എന്നെ തല്ലണ്ട അമ്മാവ ഞാൻ നന്നാവില്ല അല്ലെ. ഈ ശൈലിയിലാണ്, നീ ഞങ്ങൾ നന്നാക്കാൻ നോക്കണ്ട. ഇങ്ങനെ ഒരു സമൂഹം എപ്പോഴാ പറയാം? അങ്ങേയറ്റം ധിക്കാരത്തിന്റെ കൊടുമുടിയിൽ എത്തുമ്പോഴാണ് ഈ നിലക്ക് പ്രതികരിക്കുക അല്ലെ. എല്ലാ സമൂഹവും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആദ്യ സമൂഹമൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾ എന്തിലാണോ വിശ്വസിക്കുന്നത് ഞങ്ങൾ അതിനെ നിഷേധിക്കുന്നു. ഇന്നാ ബില്ലദീ ആമൻതും ബിഹി കാഫിറൂൻ, നിങ്ങൾ ഇത് ഇപ്പൊ പകലാണെന്നാണോ പറയുന്നത്, എങ്കിൽ ഞങ്ങൾ ഇത് രാത്രിയാണെന്ന് പറയും. ഇത്രയും ധിക്കാരം മനസ്സിൽ പെരുത്ത് അവസ്ഥയിലാണ് ഇവരുള്ളത്. അതാണ് ഇങ്ങനെ പറയാൻ കാരണം. ഞങ്ങളെ വശീകരിക്കാൻ വേണ്ടി നീ എന്ത് വിദ്യ കൊണ്ടുവന്നാലും ഞങ്ങൾ വീഴില്ല എന്ന് പറയാൻ. ഇങ്ങനെ ഒരു സമീപന രീതി ഉണ്ടല്ലോ, ചില പിടികൊടുക്കാത്ത അവസ്ഥ അല്ലെ. ഒരു കാര്യം പറയുമ്പോൾ നിഷ്പക്ഷമായിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും മനസ്സ് കൊടുക്കാത്ത അവസ്ഥ. അതുകൊണ്ട് അവര് പറയുന്ന കേൾക്കരുത്, അവരോട് സലാം ചൊല്ലരുത്, വഴിമാറി നടന്നോണം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പോവുകയാണ്. ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല 133 ആയത്തില് മറ്റുള്ള ചില ദൃഷ്ടാന്തങ്ങൾ എണ്ണി പറയാണ്. ഇതുവരെ 4 പറഞ്ഞു കഴിഞ്ഞു. ആകെ 9 കാര്യങ്ങളാണ് എണ്ണി പറയാനുള്ളത്. ഇനി പറയുന്നത് ശ്രദ്ധിക്കാം. فأرسلنا عليهم الطوفان والجراد والقمل والضفادع والدم آيات مفصلات فاستكبروا وكانوا قوما مجرمين. അപ്പൊ 4 നേരത്തെ പറഞ്ഞത്. ഇനി 5 കൂടി എണ്ണി പറയാണ്. ആകെ 9 ദൃഷ്ടാന്തങ്ങളായിരുന്നു എന്നാണ് ഖുർആനിൽ നിന്ന് നേരിട്ട് നമുക്ക് മനസ്സിലാകുന്നത്. ഫഅർസൽന, നാം അയച്ചു. അള്ളാഹു പറയാണ്, അലൈഹിം അവർക്കുമേൽ. ആർക്കുമേൽ? ഫിർഔൻ ജനതയ്ക്കുമേൽ. തൂഫാൻ, ഒന്നാമതായിട്ട് അയച്ചത് തൂഫാനാണ്. എന്താണ് തൂഫാൻ? പ്രളയമാണ് തൂഫാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തൂഫാൻ. പിന്നെ വൽ ജറാദ്, വെട്ടുകിളി ആണ് ജറാദ്. വൽ കുമ്മൽ, പേന് അല്ലെങ്കിൽ ചെള്ള് പോലെയുള്ള ചെറിയ പ്രാണികളിലെ, അതാണ് ഉദ്ദേശം. വൽ ലഫാദ്യ, ലിഫ്ദ തവളയാണ്. ലഫാദ്യ തവളകൾ. വദ്ദം ചോര, ചോരയെയും. ഇങ്ങനെ 5 കാര്യങ്ങളാണ് അയച്ചത്. അപ്പൊ ഒന്നുകൂടി നോക്കാം. ഫഅർസൽന അലൈഹിം, നാം അവർക്കുമേൽ അയച്ചു. അലൈഹിം എന്ന് പറയുമ്പോൾ അവർക്ക് എതിരിൽ അഥവാ
അവരെ പരീക്ഷിക്കുവാൻ വേണ്ടിയിട്ട്, പ്രയാസപ്പെടുത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് അയക്കുന്നത്. ഒന്നാമത്തെ തൂഫാനാണ് പ്രളയം, 2 ജറാദ് വെട്ടുകിളി, 3 അൽ കുമ്മൽ പേന് ചെള്ള് പോലെയുള്ള ജീവി, 4 അല്ലഫാദ്യ തവളകൾ, പിന്നെ 5 അദ്ദം രക്തം. ആയാത്തിൻ മുഫസ്സലാത്ത്, ആയാത്ത് ചില ദൃഷ്ടാന്തങ്ങളാണ്. എങ്ങനെയുള്ളതാണ്? മുഫസ്സലാത്ത്, ഫസല എന്ന് പറഞ്ഞാൽ വേർതിരിച്ചു എന്നാണ്. വ്യത്യസ്തമായ, അല്ലെങ്കിൽ വേറെ വേറെ ആയിട്ട്, എല്ലാം കൂടി ഒന്നിച്ചല്ല, വ്യത്യസ്ത കാലങ്ങളിൽ വ്യത്യസ്ത പരീക്ഷണങ്ങളാണ് വരുന്നത്. ബഹുവിധത്തിലുള്ള എന്നൊക്കെ മുഫസ്സലാത്ത് എന്നതിന് അർത്ഥം പറയാം. ഒന്നിന് പിറകെ ഒന്നായിട്ട് സംഭവിക്കാൻ. ഫസ്തക്ബറു, ഇസ്തക്ബറ അഹങ്കരിച്ചു. ഫസ്തക്ബറു എന്നിട്ടും അവര് അഹങ്കരിച്ചു. വക്കാനു ഖൗമം മുജ്രിമീൻ, അവര് മഹാപാപികളായ കുറ്റവാളികളായ ജനം ആയിരിക്കുന്നു എന്ന് അല്ലാഹു തആല പറയുന്നു. അല്ലാഹു തആല പരീക്ഷണങ്ങൾ ഇറക്കുന്നത് സാധാരണഗതിയിൽ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ലഅല്ലഹും യളറഊൻ, അവർ വിനീത വിധേയരാകാൻ വേണ്ടിയാണ് എന്നാ പറയുന്നത്. അങ്ങനെയല്ലേ? വല്ലാതെ ഇങ്ങനെ ഉറഞ്ഞു തുള്ളി അർമാദിച്ച് നടക്കുന്ന ആളുകൾ ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രയാസത്തിലേക്ക് വന്നു പെടുമ്പോൾ, ഒരു അസുഖം വരുമ്പോൾ പെട്ടെന്നൊന്ന് മാറി ചിന്തിക്കും, പഠിച്ചവനെ എൻ്റെ റൂട്ട്, എൻ്റെ നിലപാടുകൾ ശരിയല്ലേ എന്നുള്ളൊരു ആലോചന ഉണ്ടാവും അല്ലേ? അങ്ങനെയാണ്. ചില വഴിത്തിരിവുകൾ ജീവിതത്തിൽ പെട്ടെന്ന് ഉണ്ടാവില്ലേ? അങ്ങനെയാണ്. അതിനാണ് അള്ളാഹു പരീക്ഷണങ്ങൾ നൽകുന്നത്, അത് തിരിച്ചറിയാൻ വേണ്ടിയാണ്. ഞാൻ യഥാർത്ഥത്തിൽ ഒന്നുമല്ല, എല്ലാം അള്ളാഹുവിൻ്റെ പക്കലാണ് എന്നുള്ള തിരിച്ചറിവ്. അതിനുവേണ്ടി അള്ളാഹു പരീക്ഷണങ്ങൾ നൽകുമ്പോൾ ഇവരുടെ അവസ്ഥ എന്താണ്? ഇവർ കൂടുതൽ ധിക്കാരികളായിട്ട് മുന്നോട്ട് പോകുന്നതാണ് കാണുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പൊ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ ഒന്നിനു പിറകെ ഒന്നായിട്ട് വരികയാണ്. അപ്പൊ അതെങ്ങനെയായിരിക്കും സംഭവിച്ചത്? ഇപ്പൊ ആദ്യമായിട്ട് ഇവിടെ പറയുന്നത് തൂഫാനാണ്. മഹാപ്രളയം വന്നിട്ട് ഭയങ്കരമായ അസ്വസ്ഥതകൾ അവർക്കുണ്ടായി. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നമ്മളും പ്രളയം അനുഭവിച്ചല്ലോ. അന്ന് നമ്മളൊക്കെ വല്ലാതെ മാറിയിരുന്നു അല്ലെ? എല്ലാ പ്രാർത്ഥനാലയങ്ങളിലും ആർക്ക് വേണമെങ്കിലും കയറി ചെല്ലാവുന്ന അവസ്ഥയിൽ മതിലുകളെല്ലാം തകർക്കപ്പെട്ട് മനുഷ്യൻ എന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ വളർന്നിട്ടുണ്ടായിരുന്നു. അന്ന് പിന്നെ ചെളി കയറിയിട്ട് നശിച്ചുപോയ ആരാധനാലയങ്ങളൊക്കെ മറ്റ് സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകൾ വന്ന് ശുചീകരിച്ച സംഭവങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എടുത്തു പറയാനുണ്ടായിരുന്നു. പക്ഷെ അതേ കേരളത്തിന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്താണ് അല്ലെ? വല്ലാത്ത ധ്രുവീകരണവും സംശയങ്ങളും അകൽച്ചയും സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുക ബോധപൂർവം. അപ്പൊ അതിൽ നിന്ന് നമ്മളൊരു പാഠവും പഠിച്ചില്ല. അല്ലാഹു തആല ഇവരെ, ഫിർഔൻ സമൂഹത്തെ ഇങ്ങനെ പരീക്ഷിച്ചു തുടങ്ങാൻ. അപ്പൊ അതിലൊന്ന് പ്രളയമായിരുന്നു. ആ പ്രളയം കഴിഞ്ഞ് പിന്നെ വരുന്നത് എന്താണ്? തൂഫാൻ കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ജറാദാണ്, വെട്ടുകിളികളാണ്. ചെറിയ തുമ്പികളെ പോലുള്ള ഒരുതരം കിളികളാണ് വെട്ടുകിളി എന്ന് പറഞ്ഞാൽ. അപ്പൊ അത് മദീനയിലൊക്കെ ധാരാളമായിട്ട് കാണും വൈകുന്നേരങ്ങളിൽ. ജറാദ് നമുക്ക് പിന്നെ ഭക്ഷിക്കാവുന്നതാണല്ലോ. എങ്ങനെ? ശവമായിരിക്കെ തന്നെ ഭക്ഷിക്കാവുന്ന 2 എണ്ണമാണ്. അതിലൊന്ന് മത്സ്യമാണ്, മറ്റൊന്ന് വെട്ടുകിളിയാണ്. നമ്മൾ സൂറ അൽ മാഇദ പഠിച്ചപ്പോൾ അത് വിശദമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും. ആ വെട്ടുകിളി ശല്യമായിട്ട് മാറുകയാണ്. വെട്ടുകിളികൾ എവിടെ നോക്കിയാലും, പലതരത്തിലുള്ള കിളികൾ, അത് വന്നിട്ട് പിന്നെ ഈ കതിർക്കൊലകളൊക്കെ വെട്ടിയിട്ട് കളയാം, സകലതും നശിപ്പിച്ച് കളയാം. ഫലങ്ങൾ, കായ് ഫലങ്ങളൊക്കെ അങ്ങനെ തന്നെ വെട്ടിയിട്ട് നശിപ്പിച്ച് കളയുന്ന അവസ്ഥയിൽ എവിടെ നോക്കിയാലും വെട്ടുകിളികൾ പെരുകിയ അവസ്ഥ അവരനുഭവിച്ചു. മറ്റൊന്ന് കുമ്മലാണ്. കുമ്മൽ എന്നത് ഈ ചെള്ള്, പേന് പോലെയുള്ള ജീവികൾ തലയിലും പിന്നെ ബെഡിലും എവിടെ നോക്കിയാലും അവ നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥ. വല്ലഫാദ്യ, പിന്നെ കടലിൽ നിന്ന്, നദിയിൽ നിന്നൊക്കെ ധാരാളം തവളകൾ ഇങ്ങനെ കരയിലേക്ക് ചാടിക്കൊണ്ടിരിക്കുകയാണ്. അത് അവരുടെ ജീവിതത്തിൽ മുഴുവനും എവിടെ നോക്കിയാലും തവള. അതാണ് അവസ്ഥ. ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ നോക്കുമ്പോൾ ഭക്ഷണത്തിൽ നിന്ന് തവള ചാടുന്നു, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഈ പേനും ചെള്ളും ഒക്കെ ഉണ്ടാവുന്നു. വദ്ദം, രക്തം, നദിയിലും കുളത്തിലും കിണറ്റിലും ഇങ്ങനെ എവിടെ നോക്കിയാലും രക്തം. ഇങ്ങനെ ഗുരുതരമായ അവസ്ഥയിൽ അവർ കടന്നുപോയി. ഈ പരീക്ഷണങ്ങൾ വരുമ്പോൾ അവ ആയാത്തി മുഫസ്സലാത്താണ്.
തുടർച്ചയായിട്ടെല്ലാം കൂടെയല്ല, വർഷങ്ങളെടുത്തായിരിക്കും. ഒരു വർഷത്തിൽ ഒന്നായിരിക്കാം ഒരുപക്ഷെ സംഭവിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഗ്യാപ്പ് ഉണ്ടാവും, പിന്നെ അടുത്തത്, ഇങ്ങനെ ഒന്നിന് പിറകെ ഒന്നായിട്ട് സംഭവിച്ചു കൊണ്ടേയിരുന്നു എന്നതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോഴും അവരാ സാഹചര്യത്തെ സഹിക്കുന്നു. പിന്നെ അത് മാറുമ്പോൾ പിന്നെ അതിനേക്കാളും അഹങ്കാരികളായിട്ട് മാറുന്നു. ഫസ്തക്ബറു വക്കാനു ഖൗമം മുജ്രിമീൻ. അവര് അങ്ങേയറ്റം കുറ്റവാളികളായിട്ട് മാറി എന്നാണ് പറയുന്നത്. അപ്പൊ മൊത്തം 9 ദൃഷ്ടാന്തങ്ങൾ ഇവിടെ എണ്ണി പറഞ്ഞു കഴിഞ്ഞു അല്ലെ. എന്നാൽ ഇങ്ങനെയല്ല, മറ്റു ചില ദൃഷ്ടാന്തങ്ങളൊക്കെ ചേർത്ത് പറയുന്നവരും മുഫസ്സിറുകളുടെ കൂട്ടത്തിൽ തന്നെ കാണാൻ പറ്റും. ഇമാം ബൈളാവി റഹിമഹുല്ല പറയുന്നത്, പാറയിൽ അടിച്ച്, വടികൊണ്ടടിച്ച് വെള്ളം ഒഴുക്കിയ സംഭവം ഉണ്ടല്ലോ, ഫം ഫജറത്ത് മിൻ ഹുസ്നത അശ്റത ഐന, അൽ ബഖറയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ഇതിലൊരു ദൃഷ്ടാന്തമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ പിന്നെ വടിയും കൈ കക്ഷത്ത് വെച്ച് പുറത്തെടുക്കുന്നതും അതുപോലെയുള്ളത് ഇവിടെ ചേർത്ത് എണ്ണി പറയാത്തത് കൊണ്ട് അത് മാറ്റി നിർത്തിയിട്ട് മറ്റു ചിലത് പറയുന്നു എന്ന രൂപത്തിലാണെന്ന് മനസ്സിലാക്കാം. ബൈബിളിലും ഈ പരീക്ഷണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. വടി, രക്തം, തവള, ചെള്ള്, ഈച്ചകൾ. ചെള്ള് വേറെയുണ്ട്, ഈച്ച വേറെയുണ്ട്, ഒരുപക്ഷെ അങ്ങനെയാണ്. പിന്നെ കാലിനാശം, കന്നുകാലികൾ നശിച്ചു പോകുന്നത്, ഹിമവർഷം, ആലിപ്പഴ വർഷം എന്നൊക്കെ പറയില്ലേ, വലിയ വലിയ മഞ്ഞുകട്ടകൾ ഒന്നായിട്ട് പെയ്തിട്ട് ബിൽഡിംഗ് ഒക്കെ തകർന്നു പോകുന്ന അവസ്ഥയിൽ. പിന്നെ വെട്ടുകിളികൾ, അന്ധകാരം, പകലില് ഇരുട്ട്, പിന്നെ ആദ്യജാതരുടെ മരണം, മരിച്ചു പോവുക, ഒരാൾക്ക് ആദ്യം ജനിക്കുന്ന കുഞ്ഞ് മരിച്ചു പോവുക. ഇങ്ങനെ 10 ദൃഷ്ടാന്തങ്ങളാണ് ബൈബിളിൽ പറയുന്നത്. ഏതായാലും ഇതിന് സമാനമായ സംഭവങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് എന്ന് പൊതുവെ മനസ്സിലാക്കാം. ഇങ്ങനെ സംഭവിക്കുമ്പോൾ അവരെങ്ങനെയാണ് അതിനെ മറികടക്കാൻ ശ്രമിച്ചത്? അതിനെക്കുറിച്ചാണ് അടുത്ത ആയത്തിൽ പറയുന്നത്. എന്ത് പരിഹാരമാണ് അവർ കണ്ടെത്തിയത്? വലമ്മാ വഖഅ അലൈഹിമുർ റിജ്സു قالوا يا موسى ادع لنا ربك بما عهد عندك لئن كشفت عنا الرجز لنؤمنن لك ولنرسلن معك بني إسرائيل. ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അവര് മൂസ അലൈഹിസ്ലാമിന്റെ അടുക്കലേക്ക് ചെന്നിട്ട്, ഒന്ന് രക്ഷിക്കും മൂസ, ഒന്ന് പ്രാർത്ഥിക്കും മൂസ എന്ന് പറയുമായിരുന്നു അത്രേ. അതിനെക്കുറിച്ചാണ് ഈ ആയത്തിൽ പറയുന്നത്. വലമ്മ വഖഅ അലൈഹിമുർ റിജ്സ്, വലമ്മ അപ്പോൾ, വഖഅ സംഭവിച്ചു, വന്നണഞ്ഞു, അലൈഹിം അവർക്കുമേൽ, അർ റിജ്സ് എന്താണ്? ശിക്ഷ, അല്ലെങ്കിൽ ഈ പീഡനം, ദുരിതം. റിജ്സ് സായാണ് പ്രയോഗിച്ചത്. റിജ്സ് എന്ന് പറയുമ്പോൾ മാലിന്യം എന്നാണ്. റിജ്സ് എന്നത് ശിക്ഷയും പീഡനവും ദുരിതവും ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. വലമ്മ വഖഅ അലൈഹിമുർ റിജ്സ്, ഇങ്ങനെ ദുരിതങ്ങൾ വന്നണയുമ്പോൾ അവര് ഖാലു, അവർ അപേക്ഷിക്കുമായിരുന്നു, യാ മൂസ, ഓ മൂസ, ഉദ്ഉ ലനാ റബ്ബക്, നീ നിന്റെ പടച്ചോനെ ഒന്ന് വിളിക്കും മൂസ, ബിമാ അഹിദ ഇൻദക്, ബിമാ അഹിദ ഇൻദക്, അവൻ നിന്റെ അടുക്കൽ അരുളിയ വരം കൊണ്ട് എന്നാണ് തഫ്സീർ എഴുതിയിരിക്കുന്ന ഒരർത്ഥം. ബിമാ ഒന്നുകൊണ്ട്, അഹിദ അവൻ കരാർ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ, ഇന്ദക്ക നിന്നോട്, എന്താണ്? ആ നിലയ്ക്ക് നിനക്ക് അള്ളാഹു നൽകിയിട്ടുള്ള സവിശേഷമായ സിദ്ധി ഉണ്ടല്ലോ, നീ പ്രവാചകനാണെന്ന് പറയുന്നു, നിനക്ക് അമാനുഷിക ദൃഷ്ടാന്തം ഉണ്ടെന്ന് പറയുന്നു, അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നീ ഒന്ന് പ്രാർത്ഥിക്കും. എന്നിട്ട് പറയാം, അവരൊരു കണ്ടീഷൻ പറയാണ്, ലഇൻ കശഫ്ത, കശഫ വെളിവായി എന്നാണ്, വെളിവാക്കുക എന്നാണ് അർത്ഥം, അഥവാ നീക്കിക്കളയുക എന്ന ആശയത്തിലാണ്. ലഇൻ കശഫ്ത അന്ന, ഞങ്ങളിൽ നിന്ന് നീ നീക്കിക്കളയുകയാണെങ്കിൽ, അർ റിജ്സ് ഈ ദുരിതം നീ നീക്കി തന്നാൽ, ലനുഅ്മിനന്ന ലക് ഞങ്ങള് നിന്നിൽ വിശ്വസിച്ചോളാം മൂസ എന്ന് പറയാണ്. മാത്രമല്ല
വല നുർസിലന്ന മഅക്ക, അർസല യുർസിലു അയച്ചു, വല നുർസിലന്ന തീർച്ചയായും ഞങ്ങൾ അയക്കാം, മഅക്ക നിന്നോടൊപ്പം ഞങ്ങൾ വിട്ടയക്കാം, ബനി ഇസ്രായീൽ ഈ ഇസ്രായേൽ സന്തതികളെ നിന്റെ കൂടെ ഞങ്ങൾ വിട്ടു തരുകയും ചെയ്യാം. കണ്ടോ, എന്തൊരു അനുസരണയാണല്ലേ. പരീക്ഷണവും പ്രയാസമൊക്കെ ഉണ്ടായപ്പോൾ അവർ മാറി. പക്ഷെ യഥാർത്ഥത്തിൽ മാറിയോ? മാറിയിട്ടൊന്നുമില്ല. തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർ മൂസ അലൈഹി ഇസ്ലാമിന്റെ മുമ്പിൽ ഒരു നമ്പർ ഇറക്കാൻ പോവാണ്. വലമ്മ വഖഅ അലൈഹിമുർ റിജ്സ്, ഈ ദുരിതം അവരെ പിടികൂടിയാൽ, ദുരിതം വന്നണയുമ്പോൾ, ഖാലു യാ മൂസ ദഉ ലനാ റബ്ബക്, മൂസ നീ നിന്റെ റബ്ബിനോടൊന്ന് പ്രാർത്ഥിക്കും. റബ്ബക്ക എന്നാ പറഞ്ഞത് അല്ലെ, നിന്റെ ദൈവത്തോട് നീ ഒന്ന് പ്രാർത്ഥിക്കും. നമ്മുടെ പടച്ചവനോട് എന്ന് പറഞ്ഞൂടെ? അങ്ങനെ ഒരു പറഞ്ഞില്ല. മുമ്പ് ഇസ്രയേല്യര് മൂസ അലൈഹി ഇസ്ലാമിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ സന്ദർഭങ്ങൾ ഓർക്കുന്നില്ലേ? അവിടെയൊക്കെ ഇതേ ശൈലി അവരും പ്രയോഗിച്ചത്. അവർക്ക് കൂടുതൽ വിഭവങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ഉദ്ഉ ലനാ റബ്ബക് എന്നവർ പറഞ്ഞത്. അതുപോലെ ആ പശുവിന്റെ കാര്യത്തില് കൃത്യമായ നിലപാട് ലഭിക്കാൻ വേണ്ടിയിട്ട് സംശയങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നില്ലേ? അപ്പോഴും നിന്റെ ദൈവത്തോട് എന്നാണ്. ആ ശൈലി തന്നെ ശരിയല്ല അല്ലെ? ഇവിടെ ഇവരും ഇതേ ശൈലി പറയാണ്, നിന്റെ ദൈവത്തോട് നീ ഒന്ന് പ്രാർത്ഥിക്കും മൂസ എന്നാ പറയുന്നത്. അപ്പൊ ഇവിടെ ചില വ്യാഖ്യാതാക്കൾ പറയുന്നത് എന്താണ്, ഫിർഔനിന് കൂട്ടർക്ക് ഒരു ദൈവമുണ്ട്, അങ്ങനെയാണല്ലോ, അവര് സൂര്യദേവനെ ആരാധിക്കുന്നവരാണ്. മൂസ അലൈഹിസ്ലാം വിശ്വസിക്കുന്നത് സാക്ഷാൽ പ്രപഞ്ചനാഥനായ അള്ളാഹുവിലാണ്. അപ്പൊ ദുരിതങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവർ കരുതുന്നത് എന്താണെന്നറിയോ? ഇത് അള്ളാഹു പറ്റിച്ച പണിയാണ്. അതുകൊണ്ട് നമ്മൾ സ്വയം പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, മൂസയോട് പ്രാർത്ഥിക്കാൻ പറയണം, എന്നിട്ട് മൂസ പ്രാർത്ഥിച്ചാലാണ് ഈ ദുരിതങ്ങൾ നമുക്ക് മാറിക്കിട്ടുള്ളൂ. ഇങ്ങനൊരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു അത്രേ. അങ്ങനെയാണ് മൂസ അലൈഹി ഇസ്ലാമിന്റെ മുമ്പിൽ വന്നവർ പ്രാർത്ഥിക്കുന്നത്. ഒരുപക്ഷെ ഇത് യഥാർത്ഥ പ്രവാചകൻ തന്നെയാണ് എന്നവർ മനസ്സിലാക്കുന്നുണ്ടാവും. കാരണം അങ്ങനെയുള്ള ദൃഷ്ടാന്തങ്ങൾ അവരുടെ മുമ്പിൽ വെളിപ്പെട്ടിട്ടുണ്ടല്ലോ. നേരിട്ട് ആ ജാലവിദ്യക്കാർ പരാജയപ്പെടുന്നതും മൂസ അലൈഹി ഇസ്ലാമിന്റെ വടി പാമ്പായിട്ട് വിജയിക്കുന്നതും നേരിട്ട് കണ്ടനുഭവിച്ചവരവര്. അതുകൊണ്ട് അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ സംഗതി ഭയം ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ടുകൂടി ആയിരിക്കാം. ഏതായാലും അവർ വന്നു പറഞ്ഞു, ഉദ്ഉ ലനാ റബ്ബക്, നീ നിന്റെ പടച്ചവനോടൊന്ന് പ്രാർത്ഥിക്കുക, ബിമ അഹിദ ഇൻദക്, നിനക്ക് അവൻ നൽകിയ വരത്തിന്റെ അടിസ്ഥാനത്തിൽ. വരം നൽകുക എന്ന് പറയില്ലേ, മൊയ്ജിസത്ത് ആയിരിക്കും അവിടെ ഉദ്ദേശിക്കുന്നത്. അതല്ലെങ്കിൽ നിനക്ക് അവൻ നൽകിയിട്ടുള്ള അഹ്ദ്, ഒരു കരാറുണ്ടല്ലോ, നിന്നിൽ വിശ്വസിക്കുന്നവരെ അവൻ സംരക്ഷിക്കും, അവൻ സഹായിക്കും എന്ന നിലയ്ക്ക് പ്രവാചകന്മാർക്ക് ലഭിക്കുന്ന ഒരു വരം, കരാർ, അതിന്റെ അടിസ്ഥാനത്തിൽ നീ ഒന്ന് നിന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കും. ഇതിന്റെ രണ്ട് ഓഫറാണ് അവർ മുമ്പിൽ വെക്കുന്നത്. ലഇൻ കശഫ്ത അന്ന റിജ്സ്, ഈ ദുരിതം ഞങ്ങളിൽ നിന്ന് നീ ഒന്ന് നീക്കി തന്നാല്, ലനുഅ്മിനന്ന ലക്, തീർച്ചയായും ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കും, ഉറപ്പാണ്. വലനുർസിലന്ന മഅക ബനി ഇസ്രായീൽ, ഇസ്രായേൽ സന്തതികളെ നിന്നോടൊപ്പം ഞങ്ങൾ അയച്ചു തരികയും ചെയ്യും. രണ്ട് കാര്യങ്ങളാണല്ലോ മൂസ അലൈഹിസ്ലാമിന് അവിടെ നിർവഹിക്കാനുണ്ടായിരുന്നത് അല്ലെ? അതിൽ ഒന്ന് ഫിർഔനിനെയും കൂട്ടരെയും സത്യത്തിലേക്ക് വിളിക്കാന്നുള്ളതാണ്. അത് യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ രണ്ടാമത്തേതിന്റെ ആവശ്യം വരുന്നില്ല. രണ്ടാമത്തെ എന്താണ്? ഇസ്രായേലരുടെ വിമോചനമാണ്. ഫിർഔനും കൂട്ടരും സത്യം അംഗീകരിച്ച് ആ നാട് അള്ളാഹുവിന് വഴിപ്പെട്ട് ഇസ്ലാമിക മാറ്റം അവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നും വേണ്ടി വരുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ അതവിടെ സംഭവിച്ചില്ല അല്ലെ? അതുകൊണ്ട് തന്നെ രണ്ടാമത്തേതും സംഭവിച്ചില്ല. അപ്പൊ ഇവിടെ മൂസ അലൈഹി ഇസ്ലാമിനെ അവർ വല്ലാതെ കൊതിപ്പിക്കുകയാണ്. ഈ ദുരിതം ഒന്ന് അകറ്റി തന്നാൽ മൂസ, ഞങ്ങളിത് രണ്ടും ചെയ്തോളാം, നിന്നിൽ വിശ്വസിക്കാം, നിന്റെ ദൈവത്തിൽ വിശ്വസിക്കാം, അതുപോലെ ഇസ്രായേല്യരെ ഞങ്ങൾ സ്വതന്ത്രരാക്കുകയും ചെയ്യാം എന്ന് വാക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടോ പിന്നെ എന്താ സംഭവിക്കുന്നത്? അടുത്ത ഒരായത്ത് കൂടി പരാമർശിക്കാം. فَلَمَّا كَشَفْنَا عَنْهُمُ الرِّجْزَ إِلَى أَجَلٍ هُمْ بَالِغُوهُ,
إلى أجل هم بالغوه إذا هم ينكثون فلما كشفنا عنهم الرجز. ഇങ്ങനെ അവർ വന്ന് ആവശ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ മൂസ അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ചു. അപ്പൊ എന്തായി? കശഫ, നീങ്ങിപ്പോയി. ഫലമ്മ കശഫ്ന, നാം നീക്കിയാൽ, അള്ളാഹു പറയാണ്, അൻഹും, അവരിൽ നിന്ന്, അർരിജിസ്, ഈ ദുരിതത്തെ നീക്കിക്കൊടുത്താൽ എന്താ സംഭവിക്കാം? ഇല അജലിൻ, ഒരു അവധി വെച്ചുകൊണ്ട് നാം നീക്കിക്കൊടുത്താൽ, ഹും ബാലിഗൂഹു, അവർ അതിനെ പ്രാപിക്കേണ്ടതിന്, അവർ എത്തിച്ചേരാൻ വേണ്ടിയിട്ട്, ബലഗ, എത്തി എന്നാണ് അർത്ഥം. അവർ ചെന്നെത്തേണ്ടതായ ഒരു അവധി, ആ അവധിയിലേക്ക് നാം അതിനെ നീക്കിക്കൊടുത്താൽ, ഇദാഹും, അന്നേരം അതാ അവര്, യങ്കുസൂൻ, നക്കസ യങ്കുസു, ശപഥം ലംഘിച്ചു എന്നാണ്. അവർ പ്രതിജ്ഞയിൽ നിന്ന് പിന്മാറും. ഒരു കയറ് നന്നായിട്ട് പിരിച്ച് ശക്തിയുള്ളതാക്കിയിട്ട് അതിനെ ഉടച്ചു കളയുന്ന ഏർപ്പാടാണ് നക്കസ. അപ്പൊ കരാറിൽ നിന്ന് അവർ പിന്മാറിക്കളയുന്നു എന്നാ പറയുന്നത്. ഫലമ്മ കശഫ്ന അൻഹും റിജ്സ, നാം അവരിൽ നിന്ന് ഈ ദുരിതത്തെ നീക്കിയാൽ, ഇല അജലിൻ ഹും ബാലിഗൂഹു, അവർ എത്തിച്ചേരേണ്ട ഒരു അവധി വരെ എന്നാണ്. എന്ന് പറഞ്ഞാല് ഇവിടെ 9 ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞു. അതിൽ 2 മോജിസത്തായിട്ടുള്ള പ്രത്യേക ദൃഷ്ടാന്തങ്ങളാണ്. ബാക്കി 7 ദുരിതങ്ങളാണ്. അപ്പോൾ ഒന്ന് സംഭവിച്ചാൽ അവർ വരികയാണ്, എന്നിട്ട് പ്രാർത്ഥിക്കാൻ പറയുന്നു. മൂസാ നബി പ്രാർത്ഥിക്കുന്നു, അത് നീങ്ങിപ്പോകുന്നു. എന്നിട്ടോ പിന്നെ ഒരു അവധി ഉണ്ടാവും. ആ അവധി കഴിഞ്ഞ് അടുത്തത് വരികയാണ് പിന്നെയും. അതാണ് ഇവിടെ ഇല അജലിൻ ഹും ബാലിഗൂഹു എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം. അവർ എത്തിച്ചേരേണ്ടതായ ഒരു അവധി വരെ അള്ളാഹു താല ആ ദുരിതത്തെ നീക്കി. പിന്നെ അത് കഴിയുമ്പോൾ അടുത്തതാണ് പിന്നെ വരുന്നത്, മറ്റൊരു ദുരിതം പിന്നെയും വരും. അപ്പൊ വീണ്ടും അവർ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നു. ഇത് അവരുടെ ഒരു സ്ഥിരം പരിപാടിയായിട്ട് മാറുന്നു എന്നുള്ളതാണ്. പക്ഷേ ഓരോ തവണ പ്രയാസങ്ങൾ മാറുമ്പോഴും അവരുടെ നിലപാട് എന്താണ്? ഇദാഹും യങ്കുസൂൻ, അവർ നേരത്തെ ചെയ്ത പ്രതിജ്ഞയിൽ നിന്ന്, കരാറിൽ നിന്ന് അവർ പിന്മാറിക്കളയുന്നതാണ് പിന്നെയും കാണുന്നത്. ഇങ്ങനെ അങ്ങേയറ്റം നന്ദി കെട്ട ഒരു സമൂഹമായിട്ട് ഇവർ മാറിപ്പോയിട്ടുണ്ട് എന്ന് അള്ളാഹു താല ഉണർത്താൻ. എല്ലാത്തിനും അവസാനമായിട്ട് ഒടുവിൽ അവര് മുങ്ങി നശിച്ചു പോകുന്ന സംഭവമാണ് തുടർന്നുള്ള ആയത്തുകളിൽ പറയാൻ പോകുന്നത്. ഏതായാലും അള്ളാഹുവിങ്കിൽ നിന്നുള്ള ഗുരുതരമായ പരീക്ഷകൾ ഉണ്ടായിട്ടും അവരിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായില്ല എന്ന പാഠമാണ് ഇത് നൽകുന്നത്. നമ്മളും ശരിക്കും ഈ ഒരു പശ്ചാത്തലത്തില് കാര്യങ്ങളെ വിലയിരുത്തേണ്ടതുണ്ട്. പൊതുവെ ഇങ്ങനെ സമൂഹം പരീക്ഷണങ്ങളെ വിലയിരുത്താം. അതൊരു താൽക്കാലിക പ്രതിഭാസമാണ്. ഇപ്പൊ കോവിഡ് വന്നു അല്ലേ, അതുകൊണ്ട് സമൂഹം മാറിയോ? വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. പ്രളയം ഉണ്ടായി. ഇങ്ങനെ വ്യക്തിപരമായും കുടുംബപരമായൊക്കെ പല പരീക്ഷണങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു. അവിടെയൊക്കെ ഒന്ന് മാറി ചിന്തിക്കാനുള്ള ഒരു പ്രേരണയാണ് അള്ളാഹു ഇട്ടു തരുന്നത്. ഇവര് മാത്രമല്ല, നമ്മളൊക്കെ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹുമായിട്ട് കൂടുതൽ അടുക്കുവാനും ജീവിതത്തെ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കുവാനുമാണ് ഇത്തരം അവസരങ്ങൾ നാം ഉപയോഗപ്പെടുത്തേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു തആല ഈ സൂക്തങ്ങളിൽ നിന്ന് ഇസ്രയേലരുടെ, ഈജിപ്ഷ്യൻ ജനതയുടെ എല്ലാം ചരിത്രങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പടച്ചവനെ, ഞങ്ങളുടെ എല്ലാ സതുദ്ദേശങ്ങളും സഫലീകരിച്ചു തരണേ നാഥ. എല്ലാ പ്രയാസങ്ങളും പരീക്ഷണങ്ങളും അതിജീവിക്കാനുള്ള കരുത്ത് നൽകണേ റബ്ബെ. പരീക്ഷണങ്ങളെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുവാൻ, ജീവിതത്തെ കൂടുതൽ വിശുദ്ധിയിലേക്ക് നയിക്കും വിധം തീരുമാനങ്ങൾ എടുക്കുവാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ നാഥ. പടച്ചവനെ, ലോകത്തുടനീളം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് ആശ്വാസം നൽകണേ റബ്ബെ. ഗസയിലെ സഹോദരങ്ങളോട് കരുണ കാട്ടണേ നാഥ. അവർക്കെതിരിൽ കുതന്ത്രങ്ങൾ മെനയുന്നവരെ പരാജയപ്പെടുത്തണേ നാഥ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.